ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ജയശ്രീക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി SIT ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. സ്ത്രീ എന്ന നിലയിൽ ചില പരിഗണനയ്ക്ക് ജയശ്രീക്ക് അർഹതയുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ഷബന ചേരുന്നു. ഷബന, നേരത്തെ സുപ്രീം കോടതി ഓരോ തവണ ഇതിലെ പ്രതികളുടെ കുറ്റാരോപിതരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്വർണം കട്ടില്ലേ എന്നതടക്കമുള്ള കർക്കശ പരാമർശങ്ങളോടെ, ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ പരാമർശിക്കാമോ എന്ന് തോന്നലുണ്ടാക്കും വിധം കർക്കശമായ പരാമർശങ്ങളോടെ ആ ജാമ്യാപേക്ഷയെല്ലാം തള്ളിയിരുന്നു. ഇപ്പോൾ ജയശ്രീക്ക് പക്ഷേ ജാമ്യം നൽകിയിട്ടുണ്ട്. സ്ത്രീ എന്ന നിലക്കുള്ള പ്രത്യേക പരിഗണനയാണോ അതിന് കാരണമായത്? സനീഷ്, തീർച്ചയായും. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത്, സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ദൈവത്തിന്റെ അടക്കം സ്വർണം കട്ടവരല്ലേ, അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചു മാറാൻ പാടില്ല, നിയമത്തിന്റെ മുന്നിൽ വരണം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ജയശ്രീയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ ഉത്തരവുണ്ടായത്. ഏതായാലും ജയശ്രീക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. സ്ത്രീ എന്ന പരിഗണന അർഹിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, എല്ലാ പ്രതികളുടെ കാര്യത്തിലും പ്രതികൾ ആർക്കും തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ജയശ്രീയുടെ ആരോഗ്യ സ്ഥിതി, അതോടൊപ്പം തന്നെ സ്ത്രീ എന്ന പരിഗണന തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്.